നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സമയം 9:47. ഇന്നലെ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിലെ ഓർഡർ ബ്ലോക്കും മറ്റ് കാര്യങ്ങളും ഒന്നും അടയാളപ്പെടുത്തി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ട്രേഡൊന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് പുതിയ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ റണ്ണിങ് മാർക്കറ്റിൽ വരുന്ന ഓർഡർ ബ്ലോക്കിൽ പറ്റുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. അതർവൈസ് ഇന്ന് ട്രേഡൊന്നും എടുക്കണ്ട എന്ന തീരുമാനത്തിലാണ് നമ്മളുള്ളത്. ഒപ്പം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും കൂടെ ഒന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം. കുറച്ച് ആൾക്കാർ നമ്മൾ റെഫർ ചെയ്ത വീഡിയോസ് ഏതൊക്കെ യൂട്യൂബാണ് റെഫർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് മുന്നത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ലിങ്കൊക്കെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കി. സോ ദാറ്റ് ആ ചാനലുകൾ നമ്മൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. 2, നമ്മളുടെ കുറച്ച് സൈക്കോളജി. പൊതുവെ എല്ലാവരും ട്രേഡിംഗ് സൈക്കോളജി ആണ്, ഒരു 80% സൈക്കോളജിയും ബാക്കി സ്ട്രാറ്റജി ഒക്കെയാണ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടതെന്നൊക്കെ പറയും. എങ്കിൽ പോലും എന്താണ് ഈ സൈക്കോളജി? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സൈക്കോളജി എന്ന് പൊതുവേ വീഡിയോകളിൽ പലരും ആൾക്കാർ അത് ശരിയാക്കണം, ഡിസിപ്ലിൻ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ പൊതുവേ കേട്ട് കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരു മാർഗ്ഗം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ടാവും. പിന്നെ ട്രേഡിങ്ങിൽ വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ. അപ്പോൾ ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ ഓർഡർ ബ്ലോക്കുകൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ കണ്ടെത്താം, അതുപോലെ സൈക്കോളജി, പിന്നെ കുറച്ച് മാത്തമാറ്റിക്സ്, പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓർഡർ ബ്ലോക്കുകൾ ഇന്നലെ നമ്മൾ കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് തുടങ്ങാം. അതിനു മുന്നേ ജസ്റ്റ് നിങ്ങളെ ആ ഒരു യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെ കണ്ടാൽ, ഇപ്പോൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്കാർഫേസ് ട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ഓൾറെഡി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തുടങ്ങി നല്ല റിച്ച് ലൈഫ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണിപ്പോൾ. ഏകദേശം 10 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇദ്ദേഹം ട്രേഡിങ് ആരംഭിച്ചിട്ട്. പലതവണ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വാഷ് ഔട്ട് ആയതാണ്. അതിനുശേഷം ഒരേ ഒരു സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്യുകയും ഒപ്പം വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സും അതർവൈസ് നമ്മൾ ലോജിക്കലി ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മറിച്ച് മെക്കാനിക്കലി ഒരു സ്ട്രാറ്റജി കൃത്യമായി അതിൻ്റെ റിസ്ക് റിവാർഡ് പാലിച്ച് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതർവൈസ് ഒരു 2-3 കൊല്ലം കണ്ടിന്യൂസ് പരാജയപ്പെട്ടതിന് ശേഷമാണ് പലർക്കും മനസ്സിലാകാറുള്ളത് നമ്മൾ തിരയുന്നതിലല്ല വിജയം ഇരിക്കുന്നതെന്നുള്ളത്. അതൊക്കെ ഈ ഒരു ചാനലിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. പിന്നെ മറ്റൊരു ചാനൽ, അതും ഒരു ഇംഗ്ലീഷ് ചാനൽ തന്നെയാണ്, ഒരു ഐ തിങ്ക് ഒരു UK കാരൻ പയ്യനാണെന്നാണ് തോന്നുന്നത്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തുന്നതിലേക്ക് വരാം. രണ്ടാമത്തെ ചാനൽ ഇതാണ്, റിയലി കോൾമാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പയ്യൻ്റെ ചാനലാണ്. ഇവരുടെ രണ്ടുപേരുടെയും ട്രേഡിംഗ് സ്റ്റൈല് വളരെ വ്യത്യസ്തമാണ്. ഒന്നാമത് കണ്ട ആൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതൊരു ട്രെൻഡ് ഫോളോവിങ് ട്രേഡിംഗ് മെത്തേഡും കൂടിയാണ്. ഇദ്ദേഹം നേരെ ഓപ്പോസിറ്റാണ്, റിവേഴ്സൽ ട്രേഡിംഗ് ആണ് ഇദ്ദേഹം ചെയ്യുന്നത്. മെയിൻലി ഹെഡ് ആൻഡ് ഷോൾഡർ ഇല്ലെങ്കിൽ ഡബിൾ ടോപ്പ് അതുപോലെയുള്ള പാറ്റേൺസ് ആണ്. അത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഡിസിപ്ലിനായിട്ട് കൃത്യമായിട്ട് വിജയിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഈ പറയുന്ന പോലെ തിയറി എത്രമാത്രം കണ്ട് അതിനുശേഷം അത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ട്രേഡിംഗ് പഠിക്കാൻ എളുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള വിജയിച്ച ട്രേഡേഴ്സ് എടുക്കുന്ന ലൈവ് ട്രേഡുകൾ. ആ ലൈവ് അവർ റെക്കോർഡ് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കുറേ എണ്ണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ ബൈ ഡിഫോൾട്ട് അവർ ചെയ്യുന്ന ആ ശൈലി, ആ പാറ്റേൺ നമുക്ക് സിംപ്ലി ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രേഡിങ്ങിൽ വിജയിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ തിയറിയാണെ നമ്മളിരുന്ന് ആ ഒരു വീഡിയോ കണ്ട് കംപ്ലീറ്റ് കാണാപ്പാഠം പഠിച്ചെടുത്തു. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വയമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇനി ഇതുപോലെ ചെയ്തേക്കുന്ന ലൈവ് വീഡിയോസ് കണ്ട് ആ പാറ്റേൺസ് പഠിച്ച് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിയറി വീഡിയോ കാണുന്ന അത്രയും സമയം കൊടുത്താൽ പോരാ.
ഒരു 10 വീഡിയോ 20 വീഡിയോ ചിലപ്പോൾ 30 വീഡിയോ ഒക്കെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ കുറേ അധികം സമയമെടുക്കും. അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് കട്ടാണ് വേണ്ടത്, വേഗത്തിൽ വിജയിക്കണം. അതുകൊണ്ടാണ് ഈ തിയറി വീഡിയോസിൻ്റെ പുറകെ ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നത്. നേരെ മറിച്ച് ആ ഒരു പാർട്ട് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ കുറച്ച് കൂടുതൽ സമയം കൊടുത്തത്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അടക്കം നമുക്ക്, അതായത് സൈക്കോളജിക്കൽ പാർട്ട് അടക്കം നമ്മളറിയാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ സോ ദാറ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിയറി ഓക്കെ, പക്ഷേ നിങ്ങളുടേതായ ഒരു ശൈലി, നിങ്ങൾ ഈ പറയുന്ന പോലെ ലൈവ് റെക്കോർഡഡ് വീഡിയോസ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ലൈവ് ട്രേഡുകൾ കണ്ട് നിങ്ങൾ പഠിക്കുക, കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസത്തിൽ ചാർട്ടിൽ ഒന്നും ചെയ്തിരുന്നില്ല. സോ ദാറ്റ് നമ്മൾ ഈ ചാർട്ടിനെ ക്ലീൻ ചെയ്യുവാണ്. ഉള്ള ഡ്രോയിങ്സ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നേന്ന് നമുക്ക് ആരംഭിക്കണം. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നൊരു രീതി, ഇപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഈ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ വാല്യൂ ഏരിയ ഹൈയും ലോയും ഇതൊക്കെ എന്താണെന്നറിയാം. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ തിയറി വീഡിയോസ് കാണണമെന്നുള്ളവർ വേറെ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനകത്ത് ഈ വാല്യൂ ഏരിയ എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷനാണ്. അതായത് ഏറ്റവും കൂടുതൽ വോളിയം, നമ്പർ ഓഫ് ട്രേഡ്സ് നടന്നിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് അന്നത്തെ ദിവസം. അതുകൊണ്ടിട്ടാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ ബൈയും സെല്ലും ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ച ഏരിയ എന്ന നിലയ്ക്ക് ആ ഏരിയയാണ് വാല്യൂ ഏരിയ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഏരിയ ഹൈയും ലോയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് അടുത്ത ദിവസത്തെ ട്രേഡിംഗ് ഡേയിൽ കുറച്ച് പ്രാധാന്യമുണ്ട് എന്നതാണ് അതിനെപ്പറ്റി പറയുന്ന ആൾക്കാർ പറയുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു ലൈൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, റെഡ് ഏരിയ. അതായത് ഇവിടെയാണ് മെയിൻലി അതായത് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്നാണ് അവർ വിളിക്കുന്നത്. സോ ദാറ്റ് അവിടെയാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ എടുക്കാനായിട്ടുള്ള ശ്രമം. ഓപ്ഷനാണല്ലോ ഇത്, ഈ പറയുന്ന പോലെ ഒരു വടംവലി പോലെയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കൺട്രോൾ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു പ്രൈസ് പോയിൻ്റ് ഇതാണ്. സോ ദാറ്റ് ഇത്ര ഏരിയ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് കാണാം, മുകളിലേക്ക് പോയപ്പോഴൊക്കെ ഇവിടെയൊക്കെ സെല്ലേഴ്സാണ് വളരെ കൂടുതലുണ്ടായിരുന്നത്. ഈ മഞ്ഞ കളർ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സെല്ലേഴ്സാണ്. താഴത്തേക്ക് വന്നപ്പോഴാണ് നല്ല രീതിയിൽ ബയ്യിങ് നടന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്നലത്തെ ദിവസം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ വോളിയം വളരെ കൂടുതലും ബയേഴ്സിൻ്റെ വോളിയം വളരെ കുറവുമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇന്നലത്തെ വാർത്തയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഇന്നലെ FIIs നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഹ്യൂജ് സെൽ ഓഫ് വന്നേക്കുന്ന. ബയ്യേഴ്സ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. അതായത് അഗ്രസീവ് ബയ്യിങ് അല്ല, അഗ്രസീവ് സെല്ലിംഗ് ആണ് ഇന്നലെ കൂടുതൽ നടന്നിട്ടുള്ളതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ചാർട്ടിൽ ഓർഡർ ബ്ലോക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി, ഇപ്പോൾ ആദ്യമൊക്കെ വരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തെറ്റൊക്കെ സംഭവിക്കും. അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. തെറ്റ് പറ്റി പതുക്കെ അത് ശരിയായിക്കോളും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളത് വരയ്ക്കുന്നു. അപ്പോൾ ഇതുപോലെ, അതായത് എവിടെ നിന്നാണോ വലിയൊരു മൂവ് വന്നിട്ടുള്ളത് ആ ഏരിയ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് വരയ്ക്കാവുന്ന വരകളൊക്കെ ഞാനൊന്ന് വരച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കുക. ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഓർഡർ ബ്ലോക്കുകളൊക്കെ ഇതിനകത്ത്, അതായത് 3 ഫെബ്രുവരി വരെയുള്ള ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ നമുക്കിവിടെ കാണാം നമ്മുടെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് 248.10 അതായത് ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് പ്രൈസ് ഉള്ളത്. സോ ദാറ്റ് നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ഒരു ഓർഡർ ബ്ലോക്കും കൂടെ കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി പക്ഷേ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് ഇനിയും പിന്നിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ 3-ാം തീയതി വരെയുള്ളതാണ് അടയാളപ്പെടുത്തിയത്. അത് ഈ ഒരു ഡേറ്റാണ്. ഇനി അതിൻ്റെ താഴത്തെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പോവേണ്ടത് ഈ ഡേറ്റ് വരെ പോകണം. അതായത് 2 ജാനുവരി വരെ പോയി കഴിഞ്ഞാലാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇനി ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2-ാം തീയതി ജനുവരിയിലേക്ക് പോകണം. ഇവിടെ നമ്മൾ 2 ജനുവരിയിലേക്ക് പോയിട്ട് അവിടെ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നെറ്റ് കുറച്ച് സ്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 2 ജനുവരിയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിന് താഴത്തെ ഓരോ ഓർഡർ ബ്ലോക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്ക് ഇത് ധാരാളമാകുമെന്ന് കരുതാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് അന്നത്തെ വാല്യൂ ഏരിയ ഫസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് നമ്മളൊന്ന് ജസ്റ്റ് ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് വെച്ച് അടയാളപ്പെടുത്തുന്നു. നമ്മളുടെ ഒരു രീതി ഇങ്ങനെയാണ്. വാല്യൂ ഏരിയ ഹൈ ഇവിടെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പോയിൻ്റ് ഓഫ് കൺട്രോൾ, കഴിഞ്ഞൊരു ദിവസത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കണ്ടെത്തിയേക്കുന്നതും
ഇന്നത്തെ ദിവസത്തതും ഏതാണ്ട് മാച്ചിങ് ആണ്. ഒപ്പം തന്നെ വാല്യൂ ഏരിയ ഹൈയും ഏതാണ്ട് മാച്ചിങ് ആണ്. സോ ഈ ഒരു ഏരിയയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ ബൈ ഡിഫോൾട്ട് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ ഏരിയയിലാണ്. അതായത് കുറച്ചധികം താഴത്തേക്ക് മാർക്കറ്റ് ആ ഏരിയ വിട്ട് പോന്നാൽ ഇങ്ങ് പോരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഞാനിതൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം തിരികെ വരാം. അപ്പോൾ രണ്ടാം തീയതി പ്രൈസ് ആക്ഷനെ മുൻനിർത്തി നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്കും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുറച്ച് വലിയ, അതായത് കഴിഞ്ഞ ഓർഡർ ബ്ലോക്കിൽ നിന്നും താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയർലി ഒരു 2% ചേഞ്ച് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയില്ല എങ്കിൽ താഴത്തേക്ക് 2% കൂടി ഇനിയും ഫോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിട്ട് കാണുന്നത്. അതിനകത്ത് നമ്മൾ ഈ വരയ്ക്കുന്നതെല്ലാം എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. മനുഷ്യനാണ്, നമ്മൾ കണ്ടെത്തുന്നതിലൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് ശരിയാണെങ്കിൽ നമുക്ക് ഇവിടം വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് ശരിയാണെങ്കിലും ഇന്നത്തെ ദിവസം മാർക്കറ്റ് അവിടം വരെ വരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റിൻ്റെ സൗകര്യമാണ്. അപ്പോൾ നമുക്ക് ഏകദേശ ധാരണ ഉണ്ടാക്കി വെക്കാം എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് ട്രേഡും എപ്പോൾ വേണമെങ്കിലും ലോസിലേക്ക് പോകാം എന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. അതുകൊണ്ടിട്ടാണ് പറയുന്നത്, ഒരു സ്ട്രാറ്റജി അല്ല നിങ്ങളെ വിജയിപ്പിക്കുന്നത്, മറിച്ച് മാർക്കറ്റിൽ വിജയിക്കാൻ ആവശ്യമായ മാത്തമാറ്റിക്സ് കണ്ടെത്തുക. ആ ട്രേഡിംഗ് എഡ്ജിലൂടെ, റിസ്ക് റിവാർഡിലൂടെ, മണി മാനേജ്മെൻറ്റിലൂടെ, ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൂടെയാണ് നിങ്ങൾ വിജയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 100% നമ്മൾ സ്ട്രാറ്റജി ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്ട്രാറ്റജി ജസ്റ്റ് ഒരു ടൂളാണ്. എൻട്രി എടുക്കുന്നതിന് നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് വേണം, അതിനൊരു മെത്തേഡ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം മാത്തമാറ്റിക്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഈ 2 ഓർഡർ ബ്ലോക്കുകൾ തമ്മിൽ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു. അത് 1.5% ചേഞ്ച് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടുന്ന് ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് എത്ര കിട്ടാം? റിസ്ക് റിവാർഡ് 1:3 കിട്ടാം. അപ്പോൾ ഇത്രയും വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ട്. എന്നിരുന്നാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിവേഴ്സൽ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് മാർക്കറ്റ് മുകളിൽ നിന്ന് പോന്നു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് എൻട്രി എടുക്കുന്ന രീതിയാണ് നമ്മുടെ രീതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് താഴത്ത് 0.5% വെച്ചാൽ ഇപ്പോൾ ഇതുവരെ അത് ഹിറ്റ് ചെയ്തിട്ടില്ല. മുകളിലേക്ക് തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളിന്ന് താഴത്തേക്ക് ഒരു ഓർഡർ ബ്ലോക്കും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ പോകാം. എന്നിരുന്നാലും ഒരു ദിവസം സ്വാഭാവികമായും ചെയ്യാവുന്ന ആ ഒരു റേഞ്ചിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെയൊക്കെ വന്ന് മാർക്കറ്റ് സ്റ്റോപ്പ് ആവാനും, അതുകൊണ്ട് തന്നെ ഇത്രയും മതി. ഈ ഒരു താഴത്തേക്ക് 2 ഓർഡർ ബ്ലോക്കും മുകളിലേക്ക് 2 ഓർഡർ ബ്ലോക്കും നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പല ദിവസങ്ങളിലും ട്രേഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇനി അതിനപ്പുറത്തേക്ക് മൂവ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് ടാർഗറ്റ് കയറ്റി വെച്ചാലും മതിയാകും. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്കും കൂടെ ഒന്ന് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലും നമ്മൾ ഇന്നലെ യാതൊരുവിധ മാർക്കിങ്ങും നടത്തിയിട്ടില്ലാത്തതാണ്. സോ ഇപ്പോൾ കാണുന്നതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം നമുക്ക് ഇന്ന് അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. നിങ്ങൾ പ്രിപ്പയർഡ് അല്ലാത്തപ്പോൾ നിങ്ങൾ ആ ട്രേഡ് എടുക്കാതിരിക്കുക എന്നതാണ് ഭംഗി. കാരണം അത് ചെയ്ത് നഷ്ടം വരുത്തുന്നതിലും നല്ലത് ചെയ്യാതിരിക്കുന്നത് തന്നെ. മണി പാഴാക്കാതിരിക്കുന്നത്, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ പറയുമല്ലോ, ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആക്കാതിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും കരുതേണ്ടത്. ഇനി നമ്മളിന്ന് എന്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് മാത്തമാറ്റിക്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്താണ്? നമ്മുടെ ടാർഗറ്റ് ഒരു മാസം 8.5% റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വർഷം നമുക്ക് 100% കിട്ടുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ 100% ഒരു വർഷം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു മാസം എത്ര വേണം? 8.5% നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മാസം കൊണ്ട് നമുക്ക് 102% എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8% ഒരു മാസത്തിൽ കിട്ടിയാൽ മതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും എനിക്കറിയത്തില്ല എന്തുകൊണ്ട് എല്ലാവരും ഓപ്ഷന് പുറകെ പോകുന്നു. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പുറകെ സാധാരണക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്, ഞാനും പോയിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ കിട്ടുന്നു എന്നൊരു ധാരണയുടെ പുറത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നേരെ മറിച്ച് ഒരു മാസം എന്തുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓപ്ഷൻ സെല്ലേഴ്സും ഓപ്ഷൻ ബയേഴ്സും ഒട്ടുമിക്ക ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് 10% റിട്ടേൺ ആണ്.
അപ്പോൾ ഈ 10% റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത്രയും റിസ്ക് പിടിച്ച് ക്യാപിറ്റൽ പലതവണ വാഷ് ഔട്ട് ചെയ്ത് ഓപ്ഷൻസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസം നമ്മൾ 4 ദിവസമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അതിനകത്താണെങ്കിൽ 2 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ഈ 2 അതായത് 2 ദിവസം സ്റ്റോപ്പ് ലോസ്, 2 ദിവസം പ്രോഫിറ്റ്, എന്നിട്ടും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 5.4% ആണ്. അപ്പോൾ ഇനിയൊരു 4 ദിവസം കൂടെ കിട്ടി ഇതേ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 10% എബോവ് ആയല്ലോ. സിമ്പിളാണ്. അപ്പോൾ ഇക്വിറ്റി ആണോ ഓപ്ഷൻസ് ആണോ ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ ഏതിലായാലും റേറ്റ് ഓഫ് റിട്ടേൺ, നിങ്ങൾ മുടക്കിയ പൈസയും അതിന് കിട്ടിയ റിട്ടേണും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഏകദേശം ഒരേപോലെ കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓപ്ഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ ചാർജ് കൂടുതലാണ് കൊടുക്കുന്നത്. ഇക്വിറ്റിയിലേക്ക് വരുമ്പോൾ അതും ഇക്വിറ്റി ഇൻട്രാഡേ ആണെങ്കിൽ നമ്മൾ ചാർജ് കുറേയും കൂടെ കുറവാണ് കൊടുക്കുന്നത്. അതുതന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറവ് ചാർജ് കൊടുക്കുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. സോ ദാറ്റ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാവുന്ന സാധനങ്ങളിലേക്കാണ് ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതൽ പോകുന്നത്. നമുക്കറിയാം 90% ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന എന്തൊക്കെയോ കണ്ട് ഫാസിനേറ്റഡ് ആയിട്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ പാറ്റകളെ പോലെ. നേരെ മറിച്ച് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യത്യാസം കണ്ടെത്തണമെങ്കിൽ നമ്മളൊരു പേപ്പറും പേനയും വെച്ചിട്ട് അതിൽ എഴുതി കണക്ക് കൂട്ടിയാൽ മാത്രമേ നമുക്ക് സ്വയം ബോധ്യപ്പെടുത്തുള്ളൂ. ആ ബോധ്യം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമുക്ക് 14% റിട്ടേൺ കിട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 11% റിട്ടേൺ കിട്ടി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 8.5% ഉള്ളൂ. 100% ഒരു വർഷത്തേക്ക് വരാൻ അത് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ്റെ പുറകെയോ മറ്റ് ഗഡുബഡ് ബേജാറ് പിടിച്ച് എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കോൺഫിഡൻസ് ഉള്ള ട്രേഡുകൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ കുറേ അറിവ് ഉണ്ടാക്കി വെക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് തിരിച്ചറിവും കൂടെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്കത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഉണ്ടാക്കിയ അറിവുകൾ ഉപയോഗിക്കണ്ടേ? അപ്പോൾ ഇതിനകത്തിന് നമുക്ക് ഒന്ന് എങ്ങനെ ഓർഡർ ബ്ലോക്ക് വരയ്ക്കാം, അത് കംപ്ലീറ്റ് വരച്ചതിന് ശേഷം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റോക്കിലും ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഓർഡർ ബ്ലോക്ക് എല്ലാത്തിലും എങ്ങനെ വർക്ക് ചെയ്തു ഇന്നത്തെ ദിവസം എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്ന ഒരു ഓർഡർ ബ്ലോക്കാണിത്. അതിൽ വന്ന് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വോളിയം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. ബൈയിങ് സൈഡിലേക്ക് ഇവിടെ ഹ്യൂജ് വോളിയം ഈ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഓർഡർ ബ്ലോക്കായി ഇവിടെ വീണ്ടും കൺഫർമേഷൻ നമുക്ക് കിട്ടുവാണ്. വീണ്ടും ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സൽ ട്രേഡ് അവിടുന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് അതിപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഇടിച്ചപ്പോഴാണെങ്കിലും അതല്ല കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണെങ്കിലും ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാളുടെ സ്റ്റോപ്പ് ലോസ് 0.5%ലേക്ക് ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1% എബോവ് ഓൾറെഡി മൂവ് തന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്കാണെങ്കിൽ ഒരു 1:3 അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ONGCയിൽ സംഭവിച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് BPCL ആണ്. BPCL നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ടൈം റിവേഴ്സ് ചെയ്തേക്കുന്നത്. അവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇന്ന് 2-3 ഓപ്പർച്യൂണിറ്റീസ് അതിനകത്തുണ്ട്. അവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് 1% എബോവ് അവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2 RR കിട്ടും നമുക്കവിടെ. ഇനി ഇവിടുന്ന് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇന്ന് ഹിറ്റ് തന്നിട്ടുണ്ട്. താഴത്താണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്, അതിലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾ ഡേ ലോയിൽ നിന്ന് എൻട്രി എടുക്കുമായിരുന്നു എങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം 1.6 ദാറ്റ് മീൻസ് 3 RR നമുക്കവിടെ കിട്ടുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഇന്നത് മാർക്കറ്റ് ഓപ്പൺ തന്നേക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് കാണാം ആ ഗ്യാപ്പ് ഡൗണിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം അദ്ദേഹത്തിന് സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ട് ഹിറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നു. ഫർദർ വീണ്ടും ഒരു റീടെസ്റ്റ് അതേ ഏരിയയിൽ തന്നെ തരുന്നുണ്ട്. അവിടെ നമുക്ക് വോളിയം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ റെഡ് ക്യാൻഡിൽ ഹ്യൂജ് വോളിയം താഴത്തേക്ക് കാണിച്ചിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ്റെ
ഒരു കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ടാകും. ഒപ്പം നിങ്ങൾക്ക് മറ്റുള്ള കൺഫർമേഷൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പിവോട്ട് പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ നമ്മളിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു കൺഫ്യൂഷൻ ഉള്ളിടത്താണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എപ്പോഴാണോ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് അപ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നിന്ന് ലോസ് അടിച്ചു എന്ന് കണക്ക് കൂട്ടിയാൽ മതി. കാരണം ഒന്നുകിൽ നമ്മൾ വരച്ചതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ലോയിൽ നിന്ന് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നല്ലൊരു, അതായത് 6RR കിട്ടാനായിട്ടുള്ള റിസ്ക് റിവാർഡ് 6 കിട്ടാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും പ്രോഫിറ്റ് അടിക്കുക എന്നുള്ള നമ്മുടെ ടാർഗറ്റൊന്നുമല്ല. നമ്മളെടുക്കുന്ന ഇല്ലെങ്കിൽ സാധ്യത ഉണ്ടായിരുന്ന മൊത്തം ട്രേഡുകളിൽ പകുതിയിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ കണ്ടതിനകത്ത് ഒരെണ്ണത്തിനകത്ത് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് കണക്കൂട്ടാം, ബാക്കി 2 പ്രോഫിറ്റ് കിട്ടിയെന്നും കണക്കൂട്ടാം. ഇനി വിപ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളവിടെ അങ്ങനെ ഓർഡർ എടുക്കാറുള്ളതല്ല. അവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ താഴത്തേക്ക് നല്ലൊരു 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാകും. ഇനി താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുത്താൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. മുകളിലേക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് അത് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് 1:2 അവിടെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ വേറൊരു കാര്യം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ റിജക്ഷൻ ഉണ്ട്. സോ ദാറ്റ് എന്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൽ പ്രോഫിറ്റ് അടിക്കാനും സ്റ്റോപ്പ് ലോസ് അടിക്കാനും സാധ്യത ഒരേപോലെ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, കാരണം സമയം ഇനി ധാരാളം ഉണ്ട് എന്നതുകൊണ്ടിട്ടാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NTPC ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2 സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കുകളിൽ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഒരാൾ ഇവിടുന്ന് എൻട്രി എടുക്കുമെങ്കിൽ ഫസ്റ്റ് ഇവിടെയാണ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 1:2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അദ്ദേഹത്തിന് ഇന്നത്തെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് താഴത്ത് ഹിറ്റ് ചെയ്തു മുകളിലേക്ക് പോയി, ആ ഒരു ഇത് മാത്രമാണ് നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നത്. വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴും താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ 2 എണ്ണത്തിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 3 എണ്ണത്തിൽ നമുക്ക് കൃത്യമായി പ്രോഫിറ്റിനുള്ള സാധ്യതയും അവിടെ നിന്ന് കണ്ടിരുന്നു. ഇനി നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിഫ്റ്റി 50ലേക്ക് വരുമ്പോൾ നമ്മുടെ താഴത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ മേളിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, ഇവിടുന്ന് റിവേഴ്സായിട്ട് ഇന്ന് ഡേ ഹൈയും ടച്ച് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ മുകളിലേക്ക് തന്നെ പുഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഓർഡർ ബ്ലോക്ക് അവിടെ ഒരു ഹഡിലായിട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പിവോട്ട് ലൈനും ഇവിടെ തന്നെയാണ് ഒരെണ്ണം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഓർഡർ ബ്ലോക്കുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 50%-ലധികം നമുക്ക് 50% വർക്ക് കിട്ടിയാൽ മതി. എന്നിരുന്നാൽ പോലും 50%-ലധികം നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഓർഡർ ബ്ലോക്കുകൾ കൃത്യതയോടുകൂടെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇന്ന് വരെ ചെയ്ത ട്രേഡുകളിൽ നമുക്ക് 62% ഓർഡർ ബ്ലോക്കിൽ ആക്യുറസി കിട്ടുന്നുണ്ട്. സോ ദാറ്റ് അത് ധാരാളമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് എടുക്കാതിരുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ 5.4% റിട്ടേണിലാണ് നിൽക്കുന്നത്. നമുക്ക് 8.5% മന്ത്ലി ആവറേജ് റിട്ടേൺ കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് പോകാൻ ഇനി നമുക്ക് ഇഷ്ടംപോലെ ദിവസമുണ്ട്. അതുകൊണ്ടും ഒരു ദിവസം ട്രേഡ് എടുക്കാതിരിക്കുക എന്ന് പറയുന്നതും മാർക്കറ്റിൽ ട്രേഡ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ സ്ട്രെങ്ത് എബിലിറ്റി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊക്കെ ഒരു ദിവസം മനഃപൂർവ്വം ഞാനിന്ന് ട്രേഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചൊന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ഒരു വിജയത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അതും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം മനസ്സമാധാനത്തോടുകൂടെ ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു കഴിവായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം മൾട്ടിപ്പിൾ ട്രേഡ് 5 ട്രേഡും 6 ട്രേഡും 10 ട്രേഡും ഒക്കെ ഒരു ദിവസം എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, മാർക്കറ്റ് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്രേഡ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അത് അയാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ മാനസികമായിട്ട് അത്രയും ഒരു സ്ട്രെങ്ത് കാണിക്കാൻ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാലേ നിങ്ങൾക്കിവിടെ വിജയിക്കാനുള്ള അവസരം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പലരും പറയാറുള്ള പോലെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒന്ന്, നിങ്ങൾ ജേണൽ കൃത്യമായി എഴുതാൻ തുടങ്ങുക, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയുവാണ്. 2, റിസ്ക് റിവാർഡ് കൃത്യമായി പാലിക്കുക. ബ്ലൈൻഡ്ലി 1:2 അറ്റ്ലീസ്റ്റ് ഒരു 20 ട്രേഡിലെങ്കിലും
ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്ന് നോക്കുക. 2, നിങ്ങളുടെ എൻട്രി സ്ട്രാറ്റജി ഉണ്ടാവും. ഈ എൻട്രി സ്ട്രാറ്റജി അനുസരിച്ച് എപ്പോഴാണോ നിങ്ങളുടെ എൻട്രി പോയിൻ്റ് എത്തുന്നത് അപ്പോൾ മാത്രം എൻട്രി എടുക്കുക. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു? ജേണലിനെ പറ്റി പറഞ്ഞു, റിസ്ക് റിവാർഡ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ പറഞ്ഞു, എൻട്രി സ്ട്രാറ്റജി കൃത്യമായി പാലിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന റൂളുകളെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കുക. ഓക്കെ. ഇനി ഇടയ്ക്ക് ഏതെങ്കിലും ദിവസം മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ബ്രേക്ക് എടുക്കുക. ഒരു മാർക്കറ്റ് ഡേയിൽ ട്രേഡൊന്നും എടുക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നുണ്ടോ? കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാനസികമായി അത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു വിജയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിയത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ ഇടയ്ക്ക് വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ നമ്പർ വിളിക്കാം. പക്ഷേ നമ്മൾ പറയുന്നുണ്ട്, നമ്മളുടെ സമയത്തിന് ഉള്ള വില അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നുണ്ടാകും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി ഫോളോ ചെയ്താൽ മാത്രം മതി. ഇനി ഒറ്റയ്ക്ക് നമ്മളിതെല്ലാം ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം. മറ്റൊന്നിനുമല്ല, ഇപ്പോൾ നമ്മൾ നിങ്ങളെ പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒരു കാര്യവും പഠിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ട് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനൊരു ഫ്രണ്ട് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ അതേ വൈബിലുള്ള ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മാനസികമായി കിട്ടുന്നൊരു ബലമുണ്ടല്ലോ, അത് മാത്രമാണ് നിങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് കേട്ടിരിക്കാനും, ഒപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്, ഇല്ല നിങ്ങൾക്ക് പാലിക്കാൻ പറ്റാത്തൊരു കാര്യം അതെങ്ങനെ ചെയ്യും, അപ്പോൾ ഒരാളും കൂടെ അത് മോണിറ്റർ ചെയ്യാനുണ്ടെങ്കിൽ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളത് പാലിക്കപ്പെടേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സപ്പോർട്ടൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ നമ്മളത് ചാർജ് മേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. മറ്റൊന്നുമില്ല, സ്വയമേ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് എല്ലാവരും ഇപ്പോൾ ചടിക്കയറി ഇങ്ങോട്ട് വിളിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ വിളിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഇതെല്ലാം കൃത്യമായി ചെയ്തു പോയാൽ മതി. അതല്ല നിങ്ങളുടെ അക്കൗണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വാഷ് ഔട്ട് ചെയ്ത് പോകുന്നു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ചെയ്യാൻ നമുക്ക് പറയാനുണ്ടോ, എന്താണ് കുഴപ്പം, അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കേട്ടിരിക്കാൻ നമ്മൾ റെഡിയാണ്. ഒരുപക്ഷെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടാതിരിക്കുക, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ മുടക്കുന്ന സമയത്തിന് മാത്രം നിങ്ങൾ ചാർജ് ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ജേണൽ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത ഏതൊരാളും ഇന്ന് തന്നെ ജേണൽ എഴുതി തുടങ്ങുക. ഒരു മാറ്റം, ചെറിയൊരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങാൻ നിങ്ങൾ തയ്യാറെടുക്കുക. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.